അവരവരുടെ കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ ശ്രമിക്കുക, സന്തോഷിക്കുക. നന്ദി, നമസ്കാരം. ഞാൻ കോട്ടയം ജില്ലയിലെ കേരളം എന്ന് പറഞ്ഞാൽ പശ്ചിമോട്ട മണ്ണിൽ നിൽക്കുന്ന അറബിക്കടലിന്റെ മണ്ണിൽ കിടക്കുന്ന ഏറ്റവും സുന്ദരമായ നാടാണ്. വളരെയധികം വിദേശികൾ വരികയും കാണുകയും സന്തോഷപൂർവ്വം ഇവിടെ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ്. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓണം കേരളത്തിന്റെ സാംസ്കാരിക തനിമയെ വിളിച്ചോടുന്ന ഒരു ഉത്സവമാണ്. എല്ലാ മലയാളികളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആഘോഷിക്കുന്ന, ലോകത്തെവിടെയാണെങ്കിലും മലയാളികൾ ആനന്ദപൂർവ്വം കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് ഓണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം പറഞ്ഞ ഓണാശംസകൾ. പിന്നെ കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ കേരളം ദൈവത്തിന് സ്വന്തം നാടാണ്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് നമ്മുടെ ഈ കൊച്ചി കേരളം. നമ്മുടെ ദേശോത്സവമാണ് ഓണം. മാവേലി പണ്ട് നാട് ധരിച്ചിരുന്നു അങ്ങനെ ഐശ്വര്യവും സംതൃപ്തിയുമായിരുന്നെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഓണക്കാലത്ത് ആഘോഷിക്കുന്നത് ചിങ്ങമാസത്തിലെ തിരുവോണനാളിൽ. എല്ലാവർക്കും നല്ലൊരു ഓണാശംസ വർദ്ധിക്കും. നന്ദി. കേരളത്തിൽ ഓണം ചാനൽ കേരളത്തിൽ വെച്ചാൽ നമ്മൾ കേരളത്തിൽ എല്ലാവരും ഒന്ന് ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. അപ്പം ഈ നമുക്ക് കുറേ ഓണം കളികളും പിന്നെ ഓണം ഇതൊക്കെ പ്രധാനമായിട്ട് നമ്മുടെ ഓണത്തെ വിഷു വന്നിട്ട് ഇങ്ങനെ എല്ലാ പേരുടെ ഓണം ആശംസകളാണ്. എൻ്റെ പേര് ശ്രീ. ഞാൻ പ്രതാപുരത്തുനിന്നായിരുന്നു. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളം അതിസുന്ദരമായ നാടാണ്. പിന്നെ ഓണം എന്ന് പറയുമ്പോൾ കേരളത്തിലെ എല്ലാവരും ഒന്നടക്കം ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. എല്ലാവർക്കും എൻ്റെ ഓണം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജു. ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. കേരളം വളരെ സുന്ദരിയാണ്. ഒരു പച്ചപ്പാട്ടുകൊടുത്ത വളരെ മനോഹരിയായ സുന്ദരി. കേരളത്തെ എല്ലാവരും ദൈവത്തിന്റെ സ്വന്തം നാടെന്നത്തെ ഭംഗി കൊണ്ട് വിളിക്കുന്നു. മലയാളി ഇപ്പോഴും പൊളിയാണ്. ഏത് പ്രളയത്തെയും അതിജീവിക്കാൻ കെൽപ്പുള്ള ധീരന്മാരുമാണ് എല്ലാ മലയാളികളും. എല്ലാ മലയാളികളും ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായിട്ട് ഓണത്തിനെ ആഘോഷിക്കുന്നു. ഈ ഒരു ഓണക്കാലം നിങ്ങൾക്ക് എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സ്റ്റേജിലേക്ക് വരുമ്പോൾ കൈ അടിച്ചിട്ട് വേണം എല്ലാവരും കേൾക്കാൻ. എൻ്റെ പേര് നീരു.
കേരളം എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരുപാട് വൈവിധ്യങ്ങളുടെ ഒരു നാടാണ്. നമുക്ക് ഭാഷയില്ല, മതങ്ങളില്ല, ജാതിയില്ല, എല്ലാ ആഘോഷങ്ങളും നമ്മൾ എന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇന്നിപ്പം ഇവിടെ എല്ലാവരും കൂടിയിട്ടുണ്ട്, വളരെ സുന്ദരികളും സുന്ദരന്മാരുമായിട്ട്. ഞങ്ങൾക്കും പ്രായമായിട്ടില്ല എന്നൊരു തെളിവിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ വന്നിരിക്കുന്നത്. കേരളത്തിന്റെ ജനതയെ പറ്റിയും ഞങ്ങൾക്കും ഉണ്ട് എന്നൊരു തെളിവ്, അതിനുള്ള ശ്രമം മാത്രമാണ് ഇവിടെ നടന്നിരുന്നത്. പിന്നെ കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഭൂലോകത്തിന്റെ ഏത് കോണിൽ പോയാലും മലയാളം എന്ന് പറയുന്ന നമ്മുടെ ഭാഷ കേട്ട നമ്മൾ മറക്കാണ്ട് ചെവി ഓർക്കും. പിന്നെ നമ്മുടെ കേരളത്തിന്റെ കാര്യത്തിൽ മലയാളികൾ എന്തൊരു വികാരമാണ്. കാരണം നമ്മുടെ ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ജീവിത രീതികൾ. കാരണം നമ്മുടെ ഭാരതത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മുടെ ഈ നാടിന്റെ ഭംഗി, അതിലുപരി നമ്മുടെ നാടിന്റെ സമുദ്രം. ഈ ഇടയിൽ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള ഈ പ്രകൃതിക്ഷോഭങ്ങൾ ഒരിക്കലും നമ്മുടെ മലയാളികളുടെ നന്മ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള തെളിവ് നമുക്ക് കൊണ്ടുതന്നു. കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ വഴി എല്ലാവരും ഒന്ന് ചേർന്ന് ആ വലിയൊരു ദുരന്തത്തെ കൈപിടിച്ച് മുന്നോട്ട്, അതായത് പ്രളയത്തിൽപ്പെട്ട ആൾക്കാരെ കൈപിടിച്ച് ഉയർത്തി മുന്നോട്ട് കൊണ്ടുവന്നു. ഇന്നത്തെ തലമുറയെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ പഴമക്കാർ പോലും പറയാറുണ്ട്, എന്താ നമ്മുടെ നാടിന്റെ തനിമ നഷ്ടപ്പെട്ടു, എല്ലാം കാട്ടിക്കൂട്ടലുകൾ മാത്രമാണ്. പക്ഷെ അതൊന്നും അല്ലാന്നുള്ള ഒരു തെളിവായിരുന്നു ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം. കാരണം യുവതലമുറ ശരിക്കും ഒരുപാട് എനർജിയോടുകൂടി മുമ്പോട്ട് വന്നു. അവര് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. കാരണം സമത്വം ഇത്രയും നേരം എന്നെ സഹിച്ചത് എല്ലാവർക്കും നന്ദി. എൻ്റെ പേര് സീമ. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം പോലൊരു നല്ലൊരു നാട്, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഒരു നല്ല നാടാണ് കേരളം. കേരളം തന്നെ ഇത്ര ഒരു ഭംഗി കാത്തു സൂക്ഷിക്കുന്ന ഒരു നാട്, ഇത്ര ഒരു നാച്ചുറൽ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലം മറ്റൊന്നും ഈ ഭാരതത്തിൽ കാണുവാനില്ല. പിന്നെ അതിന്റെ പേരിൽ ഇവിടുത്തെ ആൾക്കാരെ നന്മ, ഇവരെ ഒരുമ, അതിവർ എവിടെ ഈ മലയാളത്തിൽ പറയുന്ന ആൾക്കാരെ നമ്മൾ കേരളത്തിൽ എവിടെ കണ്ടാലും അവരുടെ ആ ഒരുമയെന്ന് പറയുന്ന ഒരു കാര്യം വളരെ വലിയതാണ്. ഞാനൊരു വ്യക്തിയാണ്, അത് കേരളത്തിന്റെ പുറത്ത് ജീവിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ മലയാളം അല്ലെങ്കിൽ കേരളത്തിനോട് ആ ഒരു സ്നേഹം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം കുഞ്ഞുനാൾ തൊട്ടേ ഞാൻ ഈ ഓണം അല്ലെങ്കിൽ ഇതൊക്കെ അറിഞ്ഞു വളർന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്തൊക്കെയാണ് ജീവിച്ചത്. പിന്നെ ഓണം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഏതൊരു മലയാളിയുടെ മനസ്സിലും ഒത്തിരിയേറെ സന്തോഷം കൊണ്ടുവരുന്ന ഒരു സമയമാണ്. കാരണം ഈ ഒരു സമയം എന്ന് വെച്ചാൽ പൂക്കളവും ഈ ട്രഡീഷണൽ ഡ്രസ്സും നമ്മളുടെ സാരി, മുണ്ടും ഷർട്ടും ഒക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതിൻ്റെ പേരില് സദ്യ, പാൽപായസം, പിന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ കുഞ്ഞുനാളൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ടൊക്കെ തൊട്ടിലൊക്കെ കെട്ടി കുഞ്ഞാലൊക്കെ ആടുവാരെന്നൊക്കെ. അപ്പൊ അതൊക്കെ എനിക്കതൊക്കെ കേട്ട് വേണ്ടി മാത്രമേ ഉള്ളൂ. പക്ഷേ എനിക്ക് അത് ഭയങ്കര ഒരു കുളിർമ, ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. എനിക്ക് വിശക്കുന്നു പറയണം കേട്ടോ. എൻ്റെ
മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഓണം ആഘോഷിച്ചിട്ടുള്ളത്. പിന്നെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ സദ്യ, ഉത്സവം, ഊഞ്ഞാല് തന്നെയാണ് ഇവിടെ ഓണം വരുന്നത്. എല്ലാവർക്കും ഇതാണ്. കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ്. പിന്നെ ഓണം നമ്മളുടെ ദേശീയ ഉത്സവമാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടും സമൃദ്ധിയോടും ഓണം ആഘോഷിക്കുന്നു. എല്ലാവർക്കും എനിക്ക് സ്നേഹിക്കുന്നത് ആശംസിക്കുന്നു. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. ആ കേരളത്തിന്റെ മഹാമകൻ കഴിഞ്ഞിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഓണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളികളുടെ ഉത്സവമാണ് ഓണം. വിളവെടുപ്പിന്റെ ഉത്സവമാണ് ഓണം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഓണത്തെക്കുറിച്ച് എൻ്റെ ഓർമ്മയിൽ വരുന്നത് പൂക്കളാണ്. പിന്നെ എനിക്ക് ആദ്യം ഓർക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സാരിയാണ്. സാരിയാണ് ആദ്യം എനിക്ക് ഓർമ്മ വരിക. ഓണം നമ്മൾ ഇവിടെ ആഘോഷിക്കാൻ നമുക്ക് നാട്ടില് നമ്മൾ നല്ല രീതിയിൽ ആഘോഷിക്കാം ഓണം. പക്ഷേ വെളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവരുടെ ആഘോഷങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. നമ്മൾ നാട്ടിൽ ഒരുപാട് വെളിയിൽ നമുക്ക് ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും എന്തെങ്കിലും നമുക്ക് ആഘോഷിക്കാൻ ഏറ്റവും പറ്റുന്ന എല്ലാം ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം. നമസ്കാരം, എൻ്റെ പേര് ടിയ. ഞാൻ കൊടിയിൽ നിന്ന് വരുന്നു. കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞ നാടാണ് നമ്മുടെ കേരളം. ഒരു മലയാളി ആയിരിക്കുന്നത് ഞാൻ അഭിമാനിക്കുന്നു. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് നമ്മുടെ മാവേലി തമ്പുരാനെയാണ്. പിന്നെ ഓർമ്മ വരുന്നത് അത്തപ്പൂക്കളം, സദ്യ, പായസം, അങ്ങനെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പൊന്നോണം പരിപാടി. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. എൻ്റെ പേര് ആന്റി. ഞാൻ ഈശ്വരിയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യത്തെ ജോലി ചെയ്യുന്ന ഒരാളാണ്. കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങൾ മഴ വരുമ്പോൾ ഇന്ത്യപ്പെട്ടതാണ് കേരളം കാണാൻ എന്നിരുന്നാലും നമുക്ക് സ്വന്തമായ ഒരു സംസ്കാരമുണ്ട്, നമുക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വമുണ്ട്. ഓണമെന്നത് നമ്മുടെ ഒരു വികാരമാണ്. ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓണത്തിൻ്റെയും ഓണത്തപ്പൻ, പൂക്കളവും എല്ലാം നമ്മുടെ അന്യം നിന്ന് പോകാത്ത നല്ല ഓർമ്മകളാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ നേരുന്നു. പിന്നെ എൻ്റെ പേര് സീന. ഞാൻ വൈദ്യുതി വരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടാണ് കേരളം. എല്ലാ വർഷവും ജാഗ്രത ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണം. കാവത്ത് മുതൽ പായസം വരെ കഴിക്കുക, സദ്യയും മാവേലി തമ്പുരാനും പൂക്കളവും എല്ലാം നമുക്ക് അടിച്ചുപൊളിക്കുന്ന ഒരു ചിങ്ങം 1 മുതൽ 10 ദിവസം അത്തം 10 വരെ ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണത്. എല്ലാവർക്കും ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാഘോഷങ്ങൾ നേരുന്നു. എൻ്റെ പേര് അനിത. ഞാൻ കേരളത്തിൽ നിന്ന് വരുന്നു. ദൈവത്തിന്റെ സ്വന്തമാണ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഒരു കേരളീയമെന്നതിൽ നമുക്ക് എല്ലാം അഭിമാനിക്കാം. അതുപോലെ ഓണം അത് ദേശീയ ഉത്സവമാണ്, ഒരു വിളവെടുപ്പിന്റെ ഉത്സവമാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും ഓണത്തിന്റെ ആശംസകൾ നൽകുന്നു.
വരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ മലയാളികളായ നമ്മളെല്ലാവരും ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഏത് ഭാഗത്താണെങ്കിലും ഒത്തിരിപോലെ ആഘോഷിക്കുന്ന ഓണം വരവേൽക്കുന്നു. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എന്റെ പേര് ആയിഷ. ഞാൻ ഇടവെട്ടിയിൽ നിന്ന് വരുന്നു. കേരളത്തിൽ വന്ന് ജനിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കേരളത്തിന്റെ പുറത്ത് പോകുമ്പോഴാണ് കേരളത്തിന്റെ വില മനസ്സിലാവുക. എത്രത്തോളം നമ്മൾ കേരളത്തിനെ മറന്നാലും നമ്മൾക്ക് എന്താ പറയാ ഒരുപാട് നല്ലൊരു മലയാളമായിക്കൊണ്ട് മലയാളത്തിൽ പറയാൻ അറിയില്ല. എന്നാലും പറയാം, കേരളത്തിന് പുറത്തു പോകുമ്പോഴാണ് നമുക്ക് കേരളത്തിനെ എത്രത്തോളം നമ്മൾ സ്നേഹിച്ചിരുന്നു, എത്രത്തോളം നമുക്ക് അത് പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാകാം. അതേപോലെ ഓണം എന്ന് പറയുമ്പോഴേക്കും നമ്മള് എന്താണ് ആദ്യം ഓടി വരുന്നത്, നമ്മൾ കുഞ്ഞു കുട്ടികളായിരിക്കുമ്പോൾ അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ആയിട്ട് പോയി പൂ പറിക്കുക, അത് വന്ന് അത്തപ്പൂവായിട്ട് എത്തിയിടുക. അത്തപ്പൂന്നൊന്നും പറയാൻ പറ്റില്ല, ചുമ്മാ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെക്കുക, അതൊക്കെയാണ് ഓർമ്മ വരിക. പിന്നെ ഓണം സദ്യയാണ്. അത് വീട്ടിലുണ്ടാക്കാറില്ല, അടുത്ത വീട്ടിൽ പോയി കഴിക്കുകയാണ് പറയുന്നത്. കാരണം ഞാൻ വരുന്നത് മുസ്ലിം ഫാമിലിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അടുത്തൊരു വീട്ടിൽ പോയി കഴിക്കാന്നുള്ളതേ ഉള്ളൂ ഒരു ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഓർമ്മ വരുന്നത്. പിന്നെ സാരി ഉടുക്കുക, പിന്നെ കോളേജിൽ പോയിട്ട് എല്ലാവരുമായിട്ട് കളിക്കുക, അത്തപ്പൂ ഇടുക, മത്സരിക്കുക, തിരുവാതിര കളിക്കുക, ഇതൊക്കെയാണ് ഓണത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ. ഇപ്പൊ ഈ റൗണ്ടിൽ നമ്മുടെ ആദ്യം ഒരു ഇൻട്രോ സെക്ഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ 4 ബോയ്സിനെയും 4 ഗേൾസിനെയും കൂടെ ഫൈനലിലേക്ക് നമുക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സമയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയം പാട്ട് കേൾക്കാം. ആദ്യമേ ഈ പാട്ട് പാടാനൊരു അവസരം തന്ന ഇൻഫിനിറ്റിയിലെ എല്ലാ സ്റ്റാഫ്സിനും സാറിന് ഞാൻ നന്ദി അറിയിക്കുകയാണ്. പിന്നെ കുറെ നാൾ കൂടിയാണ് ഞാൻ പാട്ട് പാടുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ കാണും, അപ്പൊ നിങ്ങളും സഹിക്കണം. പിന്നെ യേശുദാസ് പാടിയവർക്ക് നല്ലൊരു പാട്ടാണ് ഞാനിപ്പോ പാടാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് പാട്ടില്ല പുറത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് Gagari sasani papa diri sasani papa gaga sasani sani pari sani gabagari sa Uttrada puvili Keralamunarukaya Uthirayala grama vasandam toduguriyarukaya Uttrada puvili Keralamunarukaya
പൂത്തിരയാടും ഗ്രാമവസന്തം തൊടുകുറിയുകയാണ്. പഴയനിയും പെൺപഴമകളും പഴപൊതിയും പൊൻപാർവണവും മധുമയലഹരിയിലടിപൊടിയുലയുകയാൻ. പ്രകൃതി തൊഴുതുണരും ഇഴയൊരുമയുടെ രാഗഭാവനയനം നയനം മുത്രാണപ്പൂവിളി കേരളമുണരുകയാണ്. പൂത്തിരയാടും ഗ്രാമവസന്തം തൊടുകുറിയുകയാണ്. നാദങ്ങൾ മരം നിറഞ്ഞു, താരങ്ങൾ ചിരം വരഞ്ഞു. നാദങ്ങൾ മരം നിറഞ്ഞു, താരങ്ങൾ ചിരം വരഞ്ഞു. പുതുപുലരി പ്രണവപദമോദി ഹലോ, ആരാ? ഉണ്ട്, നിമ്മി ഇവിടെ ഉണ്ട്. ഓ ഇവിടെ ഉണ്ട്. ഓക്കെ. എന്നാൽ ഒരു കാര്യം ചെയ്യട്ടെ, ചിപ്സ് കൊടുത്തു തുടങ്ങാമോ? എന്നാ ശരി. അതെ, ഓക്കെ. ഫസ്റ്റ് റൗണ്ടിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ജഡ്ജസിനെ ഞാൻ വിളിക്കും. എല്ലാവരും നല്ലപോലെ പാടും കേട്ടോ. ഞങ്ങൾക്ക് കുറച്ച് പേര് ചിന്തിക്കാനുള്ളത് കൊണ്ട് മലയാളി ശ്രീമാൻ ചൂസ് ചെയ്തിട്ടുള്ള 4 ഫൈനലിസ്റ്റ് നന്ദകിഷോർ, മലയാളി ശ്രീമതി ഫൈനലിസ്റ്റ് അഞ്ജു, നീരു, രമ്യകുമാരി, ലിൻസി. സോറി, ലിൻസി. ഈ പേര് വിളിച്ച എല്ലാവരും സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ സെക്ഷനകത്ത് എല്ലാവരുടെയും പേര് അവിടെ ഒന്നുകൂടെ പറയുന്നതായിരിക്കും. എൻ്റെ പേര് ലിൻസി, എൻ്റെ പേര് രമ്യ, എൻ്റെ പേര് അഞ്ജു, എൻ്റെ പേര് നീതു, എൻ്റെ പേര് നന്ദകിഷോർ, എൻ്റെ പേര് റൂജോ, എൻ്റെ പേര് ജിൻസാനസി, എൻ്റെ പേര് സാൻജോ. ഈ സെക്ഷന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ സെക്ഷൻ എല്ലാവരോടും ഓരോ 1 വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമ്മുടെ കേരളത്തെ പറ്റിയും പറ്റുന്ന കാര്യങ്ങളെ പറ്റി മാത്രമായിരിക്കും കേട്ടോ. പിന്നെ ഒരു വിഷയം തരും, അതിനെപ്പറ്റി ഒരു മിനിറ്റ് നിങ്ങൾ സംസാരിക്കും. അത് മാത്രമല്ല നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടത് മലയാളം തന്നെ ചെയ്യും. ഫസ്റ്റ് നമുക്ക് മലയാളം വിളിക്കാം അല്ലേ? ഓക്കെ, നിങ്ങൾ 4 പേര് ഫ്രണ്ടിലോട്ട് തരും.
ഞാൻ പേര് വിളിക്കുന്നതായിരിക്കും. നന്ദകിഷോർ, ക്രിസ്റ്റീൻ, അർത്ഥസമയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലം ഏതാണ്? റൈറ്റ് ആൻസർ. സെക്കൻഡ് വിളിച്ചോ. ഓണം എന്ന ഈ ആഘോഷം ഏത് ദൈവവുമായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത്? മാവേലി ഒരു ദൈവമല്ല. റൈറ്റ് ആൻസർ. മഹാബലിയുടെ മുത്തച്ഛന്റെ പേരെന്താണ്? അറിയാലോ ഓഡിയൻസ്? മഹാബലിയുടെ മുത്തച്ഛൻ മഹാബലിയുടെ മുത്തച്ഛന്റെ പേര് പ്രഹ്ലാദൻ. സാൻഡോ, മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം? മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം? ഓഡിയൻസ്, റൈറ്റ് ആൻസർ. മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം എന്നാ പറ്റി?